എറണാകുളം നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ അമ്പലമാണ് പാവക്കുളം മഹാദേവ ക്ഷേത്രം. നിത്യവും അന്നദാനം നടക്കുന്ന ഇവിടം ഭക്തർക്കും അഗതികൾക്കും സന്ദർശകർക്കും ഒരേപോലെ ആശ്രയിക്കാവുന്ന പുണ്യകേന്ദ്രമാണ്. ജാതിഭേദമന്യേ എല്ലാ വിശ്വാസികൾക്കും ഷർട്ടോ ബനിയനോ ധരിച്ചുകൊണ്ട് നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് ദർശനം നടത്താം. ഇങ്ങനെയുള്ള വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും പ്രതിഷ്ഠാമാഹാത്മ്യത്താലും അനിതര സാധാരണമായ പൂജാതി ഹോമങ്ങളാലും ഏറെ പുകൾപെറ്റതാണ് പാവക്കുളം ക്ഷേത്രം. ചരിത്രത്തിന്റെ ഏടുകളിൽ പിന്നോട്ടു നോക്കിയാൽ കൊച്ചി രാജാവ് ശിവനെ ആരാധിച്ചിരുന്ന ക്ഷേത്രമാണിതെന്ന് മനസ്സിലാകും. കൊച്ചി രാജ്യത്തെ രാജാവായ ശക്തൻ തമ്പുരാൻ ശിവനെ ആരാധിക്കാൻ ഇവിടെ താമസിച്ചിരുന്നുവെന്ന് ചരിത്രരേഖകൾ പറയുന്നു. ശക്തൻ തമ്പുരാന്റെ ഭരണത്തിനു ശേഷം സമീപത്തുള്ള ഒരു ബ്രാഹ്മണ കുടുംബം ക്ഷേത്രം ഏറ്റെടുത്തു. പിന്നീട് 1968 കുറുമൂർ മന എന്നറിയപ്പെടുന്ന മറ്റൊരു നമ്പൂതിരി കുടുംബത്തിന് കൈമാറി. അവരിൽ നിന്ന് 1970 വിശ്വ ഹിന്ദു പരിഷത്ത് ചുമതല ഏറ്റെടുത്തു. അവരാണ് ഇപ്പോൾ ക്ഷേത്രത്തിന്റെ നടത്തിപ്പ്. തന്ത്രിസ്ഥാനം പുലയന്നൂർ മനക്കാർക്കാണ്. ഏറെ പ്രത്യേകതകൾ ഉള്ള ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മാഹാത്മ്യത്തെയും വിശേഷാൽ പൂജകളെപ്പറ്റിയുമെല്ലാം ഈ വീഡിയോയിൽ വിശദീകരിക്കാം. അതിനു മുൻപേ ഇങ്ങോട്ട് എങ്ങനെ എത്താം എന്ന് നോക്കാം. എറണാകുളത്തെ കലൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 50 മീറ്റർ അകലെ കലൂർ പേരണ്ടൂർ റോഡിന്റെ വശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കലൂർ മെട്രോ സ്റ്റേഷനിൽ നിന്നോ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നോ ഏതാനും മിനിറ്റുകൾ മാത്രം നടക്കാനുള്ള ദൂരമേ ഇങ്ങോട്ടുള്ളൂ. ദൂരദേശങ്ങളിൽ നിന്നും വരുന്നവർക്ക് 5 കിലോമീറ്റർ അകലെയായുള്ള എറണാകുളം ബസ് സ്റ്റാൻഡിലോ വൈറ്റില ഹബിലോ ഇറങ്ങി സിറ്റി ബസ്സിനോ ഓട്ടോയ്ക്കോ ഇങ്ങോട്ടെത്താം. അതല്ല ട്രെയിനാണ് വരുന്നതെങ്കിൽ നോർത്ത് സ്റ്റേഷനിൽ ഇറങ്ങുന്നതാണ് എളുപ്പം. സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർക്ക് ക്ഷേത്രമുറ്റത്ത് തന്നെ പാർക്ക് ചെയ്യാം. തിരക്കുള്ള സമയങ്ങളിൽ ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മെട്രോ സ്റ്റേഷന്റെ പാർക്കിങ്ങും ആശ്രയിക്കാവുന്നതാണ്. പാവക്കുളത്തെ മഹാദേവൻ ശിവലിംഗ രൂപത്തിലാണ്. നടരാജഭാവത്തിൽ താണ്ഡവ നൃത്തം ചെയ്യുന്ന ഭഗവാനെ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വൃത്താകൃതിയിലുള്ള ശ്രീകോവിൽ ചുമർചിത്രങ്ങളാൽ മനോഹരമാക്കിയിരിക്കുന്നു. ശ്രീകോവിലിന് പുറത്തായി വലത് കൈയിൽ ഒരു മാല പിടിച്ചിരിക്കുന്ന പാർവതീദേവിയെ ശിവന് അനഭിമുഖമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. താണ്ഡവ നൃത്തം ചെയ്ത് കോപത്തിലായ ശിവനെ സമാധാനിപ്പിക്കുന്നതിനായാണ് ശിവലിംഗത്തിനു പിന്നിൽ സ്വയംവര പാർവതീദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശിവലിംഗത്തിന് പിന്നിൽ സൂക്ഷിച്ചിരിക്കുന്ന പിൻവിളക്ക് കത്തിക്കുന്നത് ശിവനെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ്. കാരണം ശിവന്റെ പിന്നിൽ പാർവതി എപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, ഭദ്രകാളി, നാഗരാജാവ്, നാഗയക്ഷി, ബ്രഹ്മരക്ഷസ് എന്നിവർ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ധനുമാസത്തിൽ നടക്കുന്ന വാർഷികോത്സവമാണ് ക്ഷേത്രത്തിലെ വിശേഷാവസരങ്ങളിൽ പ്രധാനം. പ്രത്യേക പൂജകളാലും കലാപരിപാടികളാലും കൊണ്ടാടുന്ന ഉത്സവത്തിന്റെ 8ാം ദിവസം ഉപദേവതകളുടെ അനുഗ്രഹം ലഭിക്കുന്നതിനായി പ്രത്യേക ഉത്സവ ബലിയും 9ാം ദിവസം പകൽപൂരവും നടത്തുന്നു. 10 ദിവസത്തെ ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് 9ാം ദിവസം ആചരിക്കുന്ന പകൽപൂരമാണ്. ചേരാ തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് പകൽപൂരത്തിന്റെ ഘോഷയാത്ര ആരംഭിക്കുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന മുറജപവും ഉത്സവത്തിന് ചെയ്യുന്ന വിശേഷാൽ പൂജയാണ്. ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ രവീന്ദ്രൻ മാഷിനെ അനുസ്മരിക്കാൻ ഒരു ഞായറാഴ്ച സംഗീതോത്സവം നടത്തുന്നു. 10ാം ദിവസം നടക്കുന്ന ആറാട്ടോടുകൂടി ഉത്സവത്തിന് സമാപനം കുറിക്കുന്നു. ക്ഷേത്രത്തിലെ മറ്റൊരു വിശേഷാവസരം മേടമാസത്തിലെ പൗർണമി പൊങ്കാലയാണ്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം പൗർണമി നാളിൽ പൊങ്കാലയോടുകൂടെ അവസാനിക്കുന്നു. പാർവതീദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങിൽ സമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ടി ആയിരക്കണക്കിന് സ്ത്രീജനങ്ങളാണ് പൊങ്കാല അർപ്പിക്കുന്നത്. 7ാം ദിവസമാണ് ദേവിക്ക് പൂമൂടലും പേരണ്ടൂർ ദേവി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് ഘോഷയാത്രയോടുകൂടി പാവക്കുളത്ത് എത്തിച്ചേരുന്ന ദിവ്യതാലി ദർശനവും. 8 ദിവസത്തെ ഉത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക പരിപാടികൾ, തിരുവാതിരകളി, നൃത്തോത്സവം എന്നിവയും നടത്തിപ്പോരുന്നു. ശിവരാത്രി, രാമായണ മാസം, കർക്കിടക വാവുബലി, നവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രധാന ഉത്സവങ്ങൾ. പാവക്കുളത്തെ പ്രധാന പൂജകളും വഴിപാടുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. 1008 കുടം ധാരയാണ് ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ടത്.
കേരളത്തിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ 1008 കുടം ധാര നടത്താറുള്ളൂ. ഈ ക്ഷേത്രത്തിൽ ഇത് എല്ലാ ദിവസവും രാവിലെ നടത്തുന്നു. അതും ഒരു ദിവസം ഒരാളുടെ പേരിൽ മാത്രമാണ് നടത്തുന്നത്. പ്രദോഷ ദിവസങ്ങളിലും ശിവരാത്രിക്കും വൈകുന്നേരവും ഇത് നടത്താറുണ്ട്. ഈ വഴിപാട് നടത്തുന്നതിന് നിരവധി ഭക്തർ താൽപ്പര്യപ്പെടുന്നതിനാൽ ഇത് നടത്താൻ അനുയോജ്യമായ ദിവസങ്ങൾ ലഭിക്കുന്നതിന് മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ശിവക്ഷേത്രങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്തവയാണ് ധാരയും അഭിഷേകവും. എന്നാൽ കേരളത്തിലെ ആദ്യ ശിവപ്രതിഷ്ഠയായി കരുതുന്ന ഐരാണിക്കുളത്തെ മഹാദേവന് സ്ഥിരമായ ധാരയോ അഭിഷേകമോ നടത്താറില്ല. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ലിങ്ക് ചെയ്തേക്കാം. പാവക്കുളത്തെ മറ്റൊരു വിശേഷാൽ പൂജയാണ് ബാണേശി പൂജ അല്ലെങ്കിൽ ബാണേശി ഹോമം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇത് വളരെ അപൂർവമായി മാത്രമേ ചെയ്യാറുള്ളൂ. വിവാഹത്തിലെ ജ്യോതിഷപരമായ തടസ്സങ്ങൾ അഥവാ ഗ്രഹദോഷങ്ങൾ മറികടക്കുന്നതിനോ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നതിനോ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയും അനുയോജ്യമായ ദിവസങ്ങൾ ലഭിക്കുന്നതിന് പേരുകൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മഹാദേവനും സ്വയംവര പാർവതിയും വാണരുളുന്ന പാവക്കുളത്ത് ഉമാമഹേശ്വര പൂജയും ഭക്തർ വഴിപാടായി നടത്തുന്നു. ബാണേശി പൂജ പോലെ ജാതകത്തിലെയും പ്രശ്നത്തിലെയും സർവ്വദോഷങ്ങൾക്കും ഒരു പരിഹാരമാണിത്. വിവാഹം നടക്കുന്നതിന് തടസ്സം നേരിടുന്നവർക്കും വിവാഹം കഴിഞ്ഞവർക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സന്തോഷകരമായ കുടുംബജീവിതത്തിനും ഉമാമഹേശ്വര പൂജയും ഉമാമഹേശ്വര ക്ഷേത്ര ദർശനവും ഉത്തമമാണ്. പാവക്കുളത്തപ്പൻ്റെ അനുഗ്രഹം വഴിപാടുകളിലൂടെ നിങ്ങൾക്ക് ഉണ്ടായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അത്തരം അനുഭവങ്ങളും വഴിപാടുകൾക്കായി നിങ്ങൾ നടത്തിയ തയ്യാറെടുപ്പുകളും എല്ലാവരുമായി കമൻറ്റിലൂടെ പങ്കുവയ്ക്കുമല്ലോ. ക്ഷേത്രത്തിന് മുൻവശത്തായി നിരവധി ഹോമങ്ങൾ നിത്യേന നടക്കുന്ന ഹോമപുര സ്ഥിതി ചെയ്യുന്നു. അതിന് എതിർവശത്തായി ഊട്ടുപുരയുണ്ട്. ഇവിടെ നിത്യവും ഉച്ചപൂജയ്ക്ക് ശേഷം 12:30-ഓടെ നൂറുകണക്കിന് ആളുകൾക്ക് അന്നദാനം നൽകുന്നു. നഗരത്തിലും ക്ഷേത്രത്തിലും വന്നുപോകുന്നവർക്കും പാവങ്ങൾക്കും ആശ്രയമായ ഈ മഹത് കർമ്മത്തിൽ സഹായം ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ക്ഷേത്രാധികാരികളെ ബന്ധപ്പെടാം. ക്ഷേത്രത്തോടനുബന്ധിച്ച് ബുക്ക് സ്റ്റാളുകളും സംഗീത നൃത്ത ക്ലാസുകളും വേദ സംസ്കൃത പഠനവും വാദ്യോപകരണ പരിശീലന കേന്ദ്രവും ഗോശാലയും പ്രവർത്തിച്ചു വരുന്നു. ക്ഷേത്രാധികാരികളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ അപൂർണമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുമല്ലോ. നിങ്ങൾക്ക് കാണാൻ താൽപ്പര്യമുള്ള മറ്റു ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് അതും കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമല്ലോ. നന്ദി, നമസ്കാരം.